ഫസ്റ്റ് ബൈറ്റിൽ ഞാൻ ഫ്ലാറ്റ് ആയി കേട്ടോ. അങ്ങനെ അതും വാങ്ങി അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി. അങ്ങനെ നമ്മൾ നടക്കുന്നതിനിടയ്ക്ക് ഒരുപാട് സൂക്കുകൾ കാണാൻ പറ്റും. യൂട്ടൻസിൽസ് ആയിക്കോട്ടെ, അതേപോലെ ജ്വല്ലറീസ്, ആക്സസറീസ്, പിന്നെ ഹാൻഡ് ക്രാഫ്റ്റ് ചെയ്ത ലെതർ ഐറ്റംസ് ലൈക്ക് സ്റ്റൈലിഷ് ഹാൻഡ് ബാഗ്സ് ആൻഡ് വാലറ്റ്സ്, അങ്ങനെ കുറെ. ഇതിനിടയ്ക്ക് ഫിലിമിലൊക്കെ കാണുമ്പോൾ പ്രാവിനെ പറത്താൻ ഓടിപ്പോയ ഞങ്ങൾ രണ്ടുപേരെ തോറ്റു പിന്മാറി. ദുബായിലെ പ്രാവൊക്കെ നമ്മളെ വിചാരിച്ച പോലെ അല്ല. അങ്ങനെ വീണ്ടും എങ്ങനെയൊക്കെയോ നടന്ന് ക്രീക്ക് സൈഡിലെത്തി ദുബായ് ചോക്ലേറ്റ് അൺബോക്സ് ചെയ്ത് കഴിച്ചു കേട്ടോ. ഒരു അൺബോക്സിംഗ് വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. ഇവിടെ എല്ലാം നടന്ന് കാണണമെങ്കിൽ ഒരു ദിവസം ഒന്നും തികയില്ലെന്ന് തോന്നുന്നു, അത്രയ്ക്കുണ്ട് കേട്ടോ. നമുക്ക് കണ്ടാലും മതി വരാത്തത്ര കുറേ ഫോട്ടോ പോയിന്റ്സും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മിറേഴ്സും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് പിന്നെ ഇതൊക്കെയാണല്ലോ മെയിൻ. അങ്ങനെ നമ്മൾ ചില ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ കാണുന്ന പോലുള്ള ഒരുപാട് പ്ലേസസ് ഉണ്ട് കേട്ടോ. ഇവിടെ കഫേസ് ഒക്കെയാണ് ഇവിടെ മെയിൻ ആയിട്ടുള്ളത്. അപ്പൊ നമ്മൾ പോകുമ്പോൾ നല്ല ഫ്രഷ് കോഫിയുടെ സ്മെല്ലൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഓരോ ഏരിയയ്ക്ക് ഇവിടെ ഓരോ സ്മെല്ലാണ് കേട്ടോ. അങ്ങനെ ഊതിന്റെയും അത്തറിന്റെയും കോഫിയുടെയും സ്പൈസസിന്റെയും ഒക്കെ സ്മെല്ലൊക്കെ ആയിട്ട് ഒരു മൈൻഡ്ഫുൾ ആയിട്ടുള്ള ഒരു റിഫ്രഷ്മെന്റ് ജേണിയാണ് ഇതിലേക്കൂടെ ഉള്ള യാത്ര.